അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വലാകിന്നകും ഫതൻതും അൻഫുസകും. മുഅ്മിനീങ്ങൾ കൊടുക്കുന്ന മറുപടിയാണ് നിങ്ങളെ മോഹങ്ങൾ നിങ്ങളെ പരീക്ഷിച്ചു. പലതും നിങ്ങൾ ആഗ്രഹിച്ചു. ദുനിയാവിൽ പല സ്ഥാനമാനങ്ങളും ആഗ്രഹിച്ച് നിങ്ങൾ തെറ്റിപ്പോയി. വഗറത്കുമുൽ അമാനി, താൽപര്യങ്ങൾ നിങ്ങളെ ചതിച്ചു കളഞ്ഞു. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, മഹാചതിയനായ വഞ്ചകനായ പിശാചില്ലേ, പിശാച് നല്ല സ്വാധീനം ചെലുത്തിയിട്ട് നിങ്ങളെ പറ്റിച്ചു. അതൊക്കെ ശരിയാണ് എന്ന് പല വിധേനയും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ദീനിന്റെ ആശയങ്ങളൊക്കെ വളച്ചൊടിച്ച് ജീവിച്ചുപോയി. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, വിശ്വാസരംഗത്ത്, ഈമാനികമായ രംഗത്ത് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് ഈമാനികമായ രംഗത്ത് നമ്മൾ ഇത്രയും സൂക്ഷിക്കുന്നത്? മഹാന്മാരായ ഉലമാ, പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചു, ഈമാനിന്റെ വിഷയത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു വീഴ്ച പറ്റിപ്പോയാൽ അവിടെ ശഫാഅത്ത് ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ, ഈമാനികമായ വിഷയത്തിൽ പിഴവ് സംഭവിച്ച് നിഫാഖിലേക്ക് വീണുപോയാൽ, ബിദ്അത്തിലേക്ക് വീണുപോയാൽ, കുഫറിലേക്ക് വീണുപോയാൽ രക്ഷപ്പെടുത്തിയെടുക്കാനോ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താനോ ആരുമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഭാഗമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയം അത്രയും കണിശമായി സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് ഈമാനികമായ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് അവരെ ഖൽബിൽ ഈമാൻ ശരിയായ രൂപത്തിൽ രൂപപ്പെട്ടു എന്നതിന് വിശുദ്ധ ഖുർആൻ അടയാളം പറഞ്ഞപ്പോ ഒരു സ്ഥലത്ത് അല്ലാഹു തആല അത് എടുത്തു പറഞ്ഞില്ലേ, ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം, ഈമാൻ നിങ്ങളെ ഖൽബിൽ അല്ലാഹു തആല ഭംഗിയാക്കി തന്നു. ആ ഈമാൻ നിങ്ങളെ ഖൽബിൽ അല്ലാഹു തആല ഏറ്റവും നല്ല ഇഷ്ടമുള്ള സംഗതിയാക്കി ഉറപ്പിച്ചു തന്നു. ഈമാൻ നല്ല മഹബ്ബത്തുള്ള സംഗതിയും നല്ല സീനത്തുള്ള സംഗതിയും നല്ല ആരുറപ്പോടെ ഉറച്ച ഒരു സംഗതിയുമായി നിങ്ങളെ മനസ്സിൽ അല്ലാഹു ഊട്ടി ഉറപ്പിച്ചപ്പോൾ കറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, നിങ്ങൾക്ക് അല്ലാഹു തആല വെറുപ്പാക്കി തന്നു. അൽ കുഫ്ര, കുഫ്റിനെ വെറുപ്പാക്കി തന്നു. സത്യനിഷേധം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ വെറുപ്പായി കാണുമ്പോഴല്ലേ ഈമാൻ പൂർണ്ണ രൂപത്തിലാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോ അതിൽ പ്രത്യേകം തങ്ങൾ എടുത്തു പറഞ്ഞില്ലേ, വഅയ്യക്റഹ അയ്യഊദ ഫിൽ കുഫരി ബഅദ അൻ അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുഖദഫ ഫിന്നാർ. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്, തീയിലേക്ക് ഒരാളെ തള്ളിയിടുന്നത് വെറുപ്പായി കാണുന്നത് പോലെ അതിനേക്കാൾ അധികമായി മനസ്സിൽ വിരക്തിയുണ്ടാകും കുഫറിലേക്ക് മടങ്ങിപ്പോകാൻ ചിന്തിക്കുന്നത്. അത് വെറുക്കുന്ന ഒരു സംഗതിയാണ്. ഈമാൻ ഉറച്ചുപോയാൽ കുഫറിനെ സ്നേഹിക്കാനൊക്കൂല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. കുഫറുമായി ബന്ധപ്പെടുന്ന തലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കരുത്. ബഹുന്യരായ ഉസ്താദവർകൾ ഈ കിതാബിൻ്റെ ഒരു ഭാഗത്ത് ഉസ്താദവർകൾ അത് പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ സംഗതി? ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ആവശ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി, ചിലർക്കുണ്ട് അങ്ങനെ സ്വഭാവം, ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അവർക്കൊരു സന്തോഷവും റാഹത്തും മുറാദൊക്കെ ഹാസിലായി കിട്ടാൻ അവർ കാണുന്നൊരു മാർഗം കാഹിനീങ്ങളെ സമീപിക്കുക, സാഹിരീങ്ങളെ സമീപിക്കുക, ജ്യോത്സ്യന്മാരെയും സിഹ്റന്മാരെയും സമീപിക്കാൻ. അഊദു ബില്ലാഹ്. സിഹ്ർ ചെയ്യാൻ പാടില്ല, കടുത്ത തെറ്റാ. ഇനി ആരെങ്കിലും സിഹ്ർ ചെയ്തു എന്ന് ഏതെങ്കിലും രൂപത്തിൽ ഒരു ബോധ്യം കിട്ടിയാൽ തന്നെ ചെയ്ത സിഹ്ർ ബാത്തിലാക്കാനല്ലാതെ
തിരിച്ചടി കൊടുക്കാൻ വിശുദ്ധ ഇസ്ലാമിൽ മാർഗമല്ല. അങ്ങനെയാണെങ്കിൽ അതിന് മാർഗം പറയില്ലായിരുന്നില്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കടുത്ത സിഹ്ർ ചെയ്ത ആളല്ലേ ലബീദ് ബിൻ ആസം. യഹൂദിയായ ലബീദ് ഖൈബറിൽ നിന്ന് നേതാക്കളൊക്കെ മടങ്ങിയിട്ട് ലബീദിനെ കണ്ടിട്ട്, ലബീദ് വലിയ സിഹ്റുകാരനാണ്, ലബീദിനെ കണ്ടിട്ട് പറഞ്ഞു, ലബീദേ, നീ ഞങ്ങൾക്കൊരു പണി ചെയ്തു തരണം, നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, ഒരു പണി ചെയ്തു തരണം. എന്താ പണിന്ന് വെച്ചു? ഞങ്ങളിപ്പോൾ ആകെ തോറ്റിരിക്കാണ്, ഖൈബറിലും ഞങ്ങൾ തോറ്റു. അപ്പൊ ലബീദ് ചോദിച്ചു, ആരോടാ തോറ്റത്? അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റുപോയി. അതുകൊണ്ട് ഇനി നീ ഞങ്ങൾക്കൊന്ന് സഹായിക്കണം, ഒന്ന് സിഹ്ർ ചെയ്തിട്ട് ഒന്ന് ഒതുക്കി തരണം എന്ന് പറഞ്ഞു. ലബീദിന് അവർ 3 ദീനാർ പാരിതോഷികം സംഘടിപ്പിച്ചു കൊടുത്തു. കൃത്യം നിർവഹിക്കാൻ ലബീദിനെ ഏൽപ്പിച്ചു. ലബീദ് നേരെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു യഹൂദിയായ കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയെ സമീപിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരാവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നീ ഒരു സഹായം ചെയ്യണം. ഒരു ആവശ്യ പൂർത്തീകരണത്തിനും ഒരു തബറുക്കിനും വേണ്ടി. തബറുക്കിനാ ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചീർപ്പ്. ലബീദിന് അത് ബർക്കത്തെടുക്കാനല്ല, ഏത് ചീർപ്പിലുണ്ടാകുമല്ലോ 1-2 മുടികളൊക്കെ സാധാരണ നമ്മൾ വാർന്നു നോക്കുമ്പോൾ ആ മുടികൾ ഉപയോഗപ്പെടുത്തി സിഹ്ർ ചെയ്യാനാ. അതാ ലബീദിന്റെ പണി. അതിനുവേണ്ടി ചീർപ്പ്. ഈ കുട്ടിയെ സമീപിച്ച് അങ്ങനെ പറഞ്ഞത് കൈക്കലാക്കി. വേറെയും കുറെ സംഗതികൾ ഒപ്പിച്ചിട്ട് കടുത്ത സിഹ്റവൻ ചെയ്തു വെച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമലുകളൊന്നും മുടങ്ങിയില്ല, ദീനീ ഖിദ്മത്തൊന്നും തകരാറായില്ല. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന ചില സംഗതികളിൽ ചെറിയൊരു മാറ്റം. ഭാര്യമാരോട് ഒപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി കടന്നിട്ടേ ഉണ്ടാകൂ. തങ്ങൾക്ക് തോന്നും അവരോട് സംസർഗത്തിൽ ഏർപ്പെട്ടു എന്ന്. സത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകൂല. തങ്ങൾ എഴുന്നേറ്റ് പോകുന്നു, കുളിച്ചുകൊണ്ട് തങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കഴിക്കാനിരുന്നിട്ടേ ഉള്ളൂ, ഭക്ഷണം കഴിച്ചു എന്നുള്ള നിലക്ക് തങ്ങൾ എഴുന്നേറ്റ് പോകുന്നു. ഇങ്ങനെ അല്ലറ ചില്ലറ കാര്യങ്ങളിൽ ചെറിയ മാറ്റം സംഭവിച്ച് 6 മാസക്കാലം ഈ സിഹ്റിന്റെ വിഷയത്തിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നീങ്ങിയപ്പോ ആ സിഹ്ർ ബാത്തിലാക്കുന്നതിന് റബ്ബ് സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെയും മീകായിൽ അലൈഹിസ്സലാമിനെയും ഇറക്കിയിട്ട് ഈ സിഹ്റിന്റെ പൂർണ്ണ രൂപങ്ങൾ മുഴുവനും തുടക്കം മുതൽ ഒടുക്കം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്ന് വിശദീകരിച്ചു കൊടുത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 2 സൂറത്തുകളും ഒരുമിച്ചിറങ്ങിയ സൂറത്തുകളാണല്ലോ. രണ്ടും ഇറക്കിയിട്ട് ആ സിഹ്ർ മുഴുവനും ബാത്തിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ആവേശവും നല്ല ഉന്മേഷവും നല്ല സന്തോഷവും കിട്ടി. സിഹ്ർ ചെയ്ത ആള് ലബീദ് ബിൻ ആസമാണ് എന്ന് ഒരു നിലക്കും സംശയത്തിന് വകയില്ലാത്ത വിധം അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമല്ലേ മലക്കുകൾ വന്ന് വിഷയം പറഞ്ഞു കൊടുത്തത്. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ലബീദിനെ വധിക്കട്ടെയോ? ലബീദിന് പകരം എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കണ്ടേ നബിയെ? അത്രയും വലിയ ദുൽമല്ലേ ചെയ്തു വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട, അള്ളാഹു എനിക്ക് ശിഫ തന്നല്ലോ. മറ്റൊരാൾക്ക് ഒരു ഇടങ്ങേറുണ്ടാക്കാനും ഒരു വിഷമം ഉണ്ടാക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആർക്കെങ്കിലുമൊക്കെ സിഹ്റുണ്ട് മറ്റുണ്ട് എന്നൊക്കെ കേട്ടാല് എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയട്ടെ, അല്പജ്ഞാനികളായ ചില ആളുകൾ പറയും അത് ചെയ്ത ആളെ കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പകരം കൊടുത്തെങ്കിലേ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകൂന്ന് ഏതെങ്കിലും ജാഹിലീങ്ങൾ പറയുമ്പോ അത് കേട്ടിട്ട് എൻ്റെ സഹോദരന്മാര് സഹോദരിമാര് പറ്റിപ്പോകരുത്. ചെയ്ത സിഹ്ർ ബാത്തിലാക്കാൻ ഇസ്ലാമിലെ മാർഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കൊടുക്കുന്നു. ഓരോ ആയത്തും തങ്ങൾ അങ്ങനെ ഓതുമ്പോ ഇൻ ഹല്ലത്ത് ഉഖ്ദതും മിൻഹാ, ഓരോ കെട്ടും അങ്ങനെ അഴിഞ്ഞു പോകുന്നു, സിഹ്ർ ബാത്തിലാകി പോകുന്നു. മിനൽ ജിന്നതി വന്നാസ്, 11ാമത്തെ ആയത്തായ ജിന്നതി വന്നാസ് എന്ന ആയത്ത് ഓതിയപ്പോ സിഹ്ർ മുഴുവനും ബാത്തിലായി പോയി, കെട്ടുകളൊക്കെ അഴിഞ്ഞുപോയി. ബാത്തിലാക്കാനുള്ള മാർഗം അല്ലാഹു തആല തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ആ സിഹ്ർ ചെയ്ത് വെച്ച ആളെ പൂർണ്ണമായും ബോധ്യമായി കിട്ടിയിട്ടും ഒന്ന് പകരം ചെയ്യാനോ പകരം വീട്ടാനോ എന്തെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചിട്ടേ ഇല്ല. പറയുമ്പോൾ അയാൾ യഹൂദിയാണ്, മുസ്ലിമല്ല, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഏതെങ്കിലും ആളുകളെ സമീപിച്ച്, മറ്റു ജ്യോത്സ്യന്മാരെയോ മറ്റോ സമീപിച്ച് ഈ രൂപത്തിലുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ വിശ്വസിക്കുമ്പോ ഈമാനിന് പകരം ഖൽബിലേക്ക് കുഫ്ർ കേറി വരുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം. അത് ശരിയാണ് ഒരു നിലക്കെങ്ങാനും ഏതെങ്കിലും ശൈത്താനിയത്തിന്റെ വസ്വാസിൽ ബോധ്യപ്പെട്ട് കിട്ടിയാലും സഹോദരന്മാരെ സംഗതി ഡേഞ്ചറാണ്. അത്തരത്തിൽ ചില സംഗതികളും കാര്യങ്ങളുമൊക്കെ പലയിടങ്ങളിലും പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ പ്രകടിപ്പിക്കുന്ന, ചെയ്യുന്ന, വസ്വാസ് ഉണ്ടാക്കുന്ന രൂപഭാവങ്ങൾ വരുമ്പോ നമ്മുടെ ഈമാന് കളഞ്ഞു കുളിക്കുന്ന വിഷയം, അത് കുഫറിലേക്ക് ആയിത്തീരുന്ന മാർഗങ്ങളും രൂപങ്ങളും സ്വീകരിച്ച് ഈമാന് തകർത്തുകൂടാ. കറഹ ഇലൈക്കുമുൽ കുഫ്റ, കുഫ്റിനെ നിങ്ങൾക്ക് അല്ലാഹു തആല വിരക്തമാക്കി തന്നു, വെറുപ്പാക്കി തന്നു. വൽ ഫുസൂഖ്, ഫിസ്ഖ് ചെയ്യാൻ പാടില്ല. ഫാസിഖാകുന്ന രൂപവും വെറുപ്പോടെ കാണേണ്ട രൂപമാണ്. എന്താണ് ഫാസിഖാകുന്ന രൂപമെന്ന് പറയുന്നത്? നല്ലോണം ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട രൂപമാണ്. കബീറത്തുകൾ ലാഘവത്തോടെ കാണുന്നൊരു സ്വഭാവം, അതും പലയിടത്തും പല രൂപത്തിലും തുടങ്ങിയിട്ടുണ്ട്. വൻകുറ്റങ്ങളെ നിസ്സാരമായി കാണുന്നു. വൻകുറ്റം ഒരു പ്രശ്നമല്ലാതായി മാറി ചില സംഗതികളിലൊക്കെ. സംഗതി പറയുമ്പോൾ വലിയ ദോഷാണെന്ന് പറഞ്ഞാലും അതൊരു വിഷയം തന്നെ അല്ലാത്ത രൂപത്തിലായി മാറിക്കും. ഒരു പ്രശ്നമല്ല. ആള് ഫാസിക്കല്ലേ നിൽക്കുമ്പോ അതൊരു പ്രശ്നമല്ല, വിഷയമല്ല. ഉസ്താദ് എന്റെ നിക്കാഹ് നടക്കുകയാണ്, നിക്കാഹ് നടക്കുക കുഴപ്പമില്ല, നല്ല സാക്ഷികളെ നോക്കിയിട്ട് സ്വീകരിച്ചോളൂ, എന്നാ നിക്കാഹിന് നല്ല സ്വീകാര്യത കിട്ടിക്കോളും. അത് ഏറ്റവും കാതലായ ശ്രദ്ധിക്കുക. അത് പ്രശ്നമൊന്നുമല്ല, സാക്ഷിക്കാനായി നമ്മളെ സ്വന്തം കുടുംബക്കാരൻ തന്നെ. അയാൾ നിസ്കരിക്കും, ആ വെള്ളിയാഴ്ചക്ക് നിസ്കരിച്ചു. വെള്ളിയാഴ്ചക്ക് നിസ്കരിക്കുന്ന ആളെ സാക്ഷി നിർത്താൻ കൊണ്ടുവന്ന് ആണോ? അപ്പൊ നിങ്ങൾ നോക്ക്, ഒരു പ്രശ്നമില്ലാതെ കഴിഞ്ഞപ്പോ ഈ വെള്ളിയാഴ്ചക്ക് നിസ്കരിക്കും, എന്നും നിസ്കാരമില്ല എന്നുള്ളൊരു വിഷയമല്ലല്ലോ. സംഗതി കുറ്റങ്ങളിൽ ഒരു വൻകുറ്റല്ലേ നിസ്കാരം. ഒരു കാരണവുമില്ലാതെ സമയത്തെ തൊട്ട് പിന്തിക്കുക എന്നുള്ളത്. മദ്യപാനം നടത്തും പോലെ, അതുപോലെ തന്നെ വ്യഭിചരിക്കും പോലെ, മാതാപിതാക്കളെ ഉറപ്പിക്കും പോലെ വൻകുറ്റങ്ങളിൽപ്പെട്ട ഒരു വൻകുറ്റമാണ് കാരണമല്ലാതെ നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുക എന്നുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ചൂട്ടി കാരണമൊന്നും പറ്റൂല, ദീന് പഠിപ്പിക്കുന്ന കാരണമുണ്ട്. ആ കാരണങ്ങളാകെയുള്ള കാരണം രണ്ടെണ്ണേ ഉള്ളത്, എല്ലാവർക്കും അറിയില്ലേ. ഒന്ന് മറന്നുപോയി, നിസ്കരിക്കണം എന്നുള്ള ആള് മറന്നുപോയി, മറന്നതാണ്, മറതി സംഭവിച്ചതാണ്, വീട്ടിയാൽ മതി അയാൾ. എന്റെ പേരിൽ അല്ലാഹു തആല ശിക്ഷിക്കൊന്നുമില്ല. ഉറങ്ങിപ്പോയി, എന്നും ഉറങ്ങിയിട്ട് അങ്ങനെ എണീറ്റൽ പതിവാക്കിയ ആളെ പറ്റിയല്ല കേട്ടോ. അതിന് പിന്നെ ഉറങ്ങിപ്പോയി എന്ന് പറയാനില്ല, ഉറങ്ങി പതിവായി എന്നേ പറയാനുള്ളൂ. എന്നും 8 മണിക്ക് എണീറ്റ് നിസ്കരിച്ചെന്ന് സുബഹിസ്കരിക്കുന്ന ആളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. അതങ്ങനെ ഉറങ്ങിപ്പോയി, എന്നും സുബഹിക്ക് എണീക്കുന്ന ആളാണ്. ക്ഷീണം കൊണ്ടോ സുഖം കൊണ്ടോ ഒക്കെ വരാലോ. ഒരു ദിവസം അങ്ങോട്ട് കുടുംബക്കാരൊക്കെ ഒന്ന് വിളിച്ചിരുന്നു, ഇയാൾ എണീറ്റിരുന്നു, എന്താ അറിയില്ല, പിന്നെ അങ്ങനെ ഉറങ്ങി, ഉറക്ക് കൂടുതലായി. അതൊക്കെ അള്ളാഹു വിട്ടിയാൽ മതി, അള്ളാഹു അത്ര ശിക്ഷിക്കൊന്നുമില്ല ഇതിന്റെ പേരില്. അതേ സമയത്ത് ജോലി, പഠനം, യാത്ര, രോഗം, മരണം, ജനനം, പ്രസവം, സൽക്കാരം ഒന്നും കാരണമല്ല. അതൊന്നും കാരണമായി പറയാനും പറ്റൂല. ശറഈയായ ഒരു കാരണമല്ലത്. ആ കാരണത്തിന് വേണ്ടി ഒഴിവാക്കി എന്നുള്ളതാണെങ്കിൽ അത് ഒഴിവാക്കൽ വൻകുറ്റം തന്നെയാണ്.
ആ വൻകുറ്റത്തെ ലാഘവത്തോടെ കണ്ടാൽ ഈമാനിനത് കേടാണ്. ഫിസ്കിനോട് വെറുപ്പാണ് വേണ്ടത്. വൻകുറ്റങ്ങളെ ലാഘവത്തോടെ കാണരുത്. വൻകുറ്റം അഥവാ സംഭവിച്ചു പോയാൽ തൗബ ചെയ്ത് എളുപ്പത്തിൽ അതിൽ നിന്ന് മടങ്ങുകയാണ് വേണ്ടത്. വൻകുറ്റം സംഭവിച്ചിട്ട് തൗബയില്ലാതെ മുന്നോട്ട് നീങ്ങുന്നവന്റെ പേരല്ലേ ഫാസിഖ്.